വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവനത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനത് കണ്ടെത്തും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? മനുഷ്യപുത്രൻ സ്വപിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു. അപ്പോൾ അവൻ ഓരോരുത്തർക്കും താങ്കളുടെ പ്രവൃത്തിക്ക് അനുസരിച്ച് പ്രതിഫലം നൽകും. മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് ദർശിക്കുന്നതിന് മുൻപ് ഇവിടെ നിൽക്കുന്നവരിൽ ചിലർ മരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ സുവിശേഷ ഭാഗത്തിലൂടെ യേശു 3 വെളിപ്പെടുത്തലുകളാണ് നമുക്ക് തരുന്നത്. 1. യേശു ആരാണ്? 2. എന്താണ് സഭ? 3. എന്താണ് ശിഷ്യത്വം? ഈശോ തൻ്റെ മരണ ഉത്ഥാനത്തെക്കുറിച്ച് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണിത്. എന്നാൽ പത്രോസ് യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ യേശു പത്രോസിൻ്റെ മാനുഷികതയെ ശാസിക്കുന്നു. ഇവിടെ പത്രോസിൻ്റെ മാനുഷികത ഈ കാലഘട്ടത്തിൻ്റെ ഒരു ചിന്താഗതിയാണ്. സഹനം വേണ്ട. സഹനം ഏതോ പൈശാചിക പ്രവൃത്തിയാണ്. ആരെങ്കിലും ക്രിസ്തുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്നാമതായി അവൻ സ്വയം പരിത്യജിക്കണം. 2. സ്വന്തം കുരിശെടുക്കണം. 3. യേശുവിനെ അനുഗമിക്കണം, പിറകെ പോകണം. ഇവിടെയാണ് ക്രിസ്തു സഹനങ്ങൾ ദൈവത്തിൻ്റെ കൃപയാണെന്ന് നമ്മെ കാണിച്ചു തരുന്നത്. വേദനകൾ, രോഗങ്ങൾ, സഹനം നമുക്ക് വേണ്ടി കുരിശിലേറ്റെടുത്തത്, രക്ഷാകരമാക്കി തീർത്തത്. കുരിശുകളാണ് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നത്, മനോഹരമാക്കുന്നത്. ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെയാണോ എന്നറിയാൻ എൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. നമ്മൾ യേശുവിൽ ചാരി കുരിശ് വഹിക്കുന്നത് വിശ്വാസത്തോടെയാകണം, കാഴ്ചയാലെ ആകരുത്. ഞാൻ നടക്കുന്ന കുരിശിൻ്റെ യാത്ര മോക്ഷയാത്രയാണ്. അപ്പോൾ രക്ഷകനായ ക്രിസ്തു തൻ്റെ കൈകളിൽ താങ്ങിടും. നമുക്ക് ഒരു വലിയ ജീവിതം, മനോഹരമായ ജീവിതം ഉണ്ടാകണമെങ്കിൽ ഈശോ നൽകുന്ന സഹനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവൻ്റെ പിറകെ പോകണം. അങ്ങനെ പിറകെ പോകുമ്പോഴാണ് നമ്മൾ സാക്ഷ്യമായി തീരുന്നത്. ഇങ്ങനെ സാക്ഷ്യമായി തീരാൻ ആണ് ഈശോ നമ്മെ വിളിക്കുന്നത്. അപ്പോൾ ആ വിളിക്ക് കാതോർത്തുകൊണ്ട് യേശുവിൻ്റെ സാക്ഷികളാകാം. അതിനായി സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.